എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്ത് ടിപ്പുമായിട്ടാണ്. പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് വല്ലാതെ കുറയുന്നതും അതുമൂലം ഉണ്ടാകുന്ന ക്ഷീണം, തളർച്ച, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ്. ഇതൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ സബ്ജക്റ്റ്. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഉണക്കമുന്തിരിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഉണക്കമുന്തിരി ഒരുപാട് ആൻറ്റി ഓക്സിഡൻസിൻ്റെ കലവറയാണ്. അതുപോലെ വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം ഉള്ളതാണ് ഇതിൽ. പക്ഷേ ഇപ്പോൾ കുറച്ച് മരുന്നൊക്കെ അടിച്ചിട്ടാണ് നമുക്ക് ഉണക്കമുന്തിരി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കണം. ഉണക്കമുന്തിരി എന്നും കഴിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. നമ്മുടെ ബ്രെയിനൊക്കെ നല്ല ഷാർപ്പ് ആവാനൊക്കെ നല്ലതാണ്. അതുപോലെ ലിവറൊക്കെ എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കാനൊക്കെ നമുക്ക് ഉണക്കമുന്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ പെട്ടെന്ന് വയസ്സാവുന്ന പ്രശ്നം ഉണ്ടാവില്ലേ, പ്രായത്തിലും കൂടുതൽ വയസ്സ് തോന്നിക്കുക, ചുളിവുകൾ വരിക, ഇതൊക്കെ മാറാൻ നമുക്ക് ഉണക്കമുന്തിരി നല്ലൊരു സൊല്യൂഷനാണ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഹീമോഗ്ലോബിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ കൂടുതലായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണക്കമുന്തിരി നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാമെന്നൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു പിടിയോളം ഉണക്കമുന്തിരി ഇവിടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ടുള്ള ഉണക്കമുന്തിരിയാണിത്. ഇതിലോട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വയ്ക്കുക. തലേ ദിവസം രാത്രി ഇതുപോലെ ഒഴിച്ച് വെച്ചിട്ട് അത് നന്നായിട്ട് സോക്ക് ചെയ്യുക. എന്നിട്ട് പിറ്റേ ദിവസം നമുക്കത് രാവിലെ എടുത്തിട്ട് കഴിക്കാവുന്നതാണ്. അങ്ങനെ ഒരാഴ്ച കഴിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു ഉഷാറൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ബോഡിയിലുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ് കുറേശ്ശെയായിട്ട് കൂടാനും തുടങ്ങും. അപ്പോൾ നമുക്കതിന് നല്ലൊരു പ്രോഗ്രസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് നാളൊക്കെ ചെയ്തതിന് ശേഷം ഇത് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഇടയ്ക്ക് ക്ഷീണമൊക്കെ തോന്നുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ മതി. അതുപോലെ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു ടോണിക് പോലെ ഇത് യൂസ് ചെയ്യാം. പക്ഷേ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ സോക്ക് ചെയ്ത് വെച്ച വെള്ളം കൂടി അതിൻ്റെ ഒപ്പം തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ആയാലും ഇത് കൊടുക്കാവുന്നതാണ്, വളരെ നല്ലതാണ്. നന്നായി ചെറിയ കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, കുറച്ചൊരു 10 വയസ്സൊക്കെ ആയാൽ ഇതുപോലെ ഒരു പിടിയൊക്കെ കഴിച്ചുകൊണ്ട് അവർക്ക് എന്തായാലും നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.